ഗൈസ് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് ഐക്യു ഫോൺസിൻ്റെ റിവ്യൂ ആയിട്ടാണ്. രണ്ട് നല്ല കിടിക്കാച്ചി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. നമുക്ക് നേരെ ഫോണിലോട്ട് പോകാം. ആദ്യം നമ്മൾ നേരെ ഫ്ലിപ്കാർട്ട് എടുക്കുക. ഫ്ലിപ്കാർട്ട് എടുത്തിട്ട് ഐക്യു 5G മൊബൈൽസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്യുന്നില്ല. ഐക്യു 5G മൊബൈൽസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ്ട് കിടക്കുന്നു ഐക്യു Z10 ലൈറ്റ് എന്ന് പറയുന്നൊരു ഫോണ്, ഐക്യു Z10 എക്സ് എന്ന് പറയുന്നൊരു ഫോണ്. നമുക്ക് ആദ്യം ഐക്യു Z10 എക്സ് നോക്കാം. എന്താ വരാത്തെ വന്ന് ഓക്കെ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. ഇതിൻ്റെ ഫുൾ GB കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വില കൂടി 256 GB + 8 GBക്ക് 18,000 രൂപയേ ഉള്ളൂ. എന്നാൽ ഇതിൻ്റെ 6100 mAh ബാറ്ററി, 44 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും, 50 മെഗാ ക്യാമറ, AI ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. 120 റിഫ്ലക്ഷൻ റേറ്റ്, ഐ പ്രൊട്ടക്ഷൻ്റെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് തരുന്നത്. ബിൽഡ് ക്വാളിറ്റി മീൻസ് താഴെ വീണാലൊന്നും സംഭവിക്കില്ലെന്നാണ് കമ്പനിക്കാർ പറയുന്നത്. നല്ല ഫോണാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമ്മൾ മുകളിലോട്ട് പോകണം. അതാണ്ട് കിടക്കുന്നു. ഇത് വാറൻറ്റിയൊക്കെ ഉണ്ട്. ഇന്ത്യ ബോക്സിൽ നമുക്ക് ചാർജറൊക്കെ കിട്ടും, അഡാപ്റ്ററൊക്കെ കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓക്സിജൻ ആൻഡ്രോയിഡ് 15 ആണ് വരുന്നത്. 6500 mAh ബാറ്ററിയാണ്. ഞാൻ നേരത്തെ 6100 എന്നാണ് പറഞ്ഞത്, സോറി. ഡ്യുവൽ സിമ്മിൻ്റെ ഇതാണ് വരുന്നത്. നല്ല ഹൈബ്രിഡ് സിം സ്ലോട്ട് വരുന്നുണ്ട്. OTG സപ്പോർട്ടുണ്ട്. ടച്ച് സ്ക്രീനാണ്. പിന്നീട് ആൻഡ്രോയിഡ് 15 ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. നല്ലൊരു കിഡിലൻ ഫോണാണിത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. 50 മെഗാ ക്യാമറ, ഫ്രണ്ട് ക്യാമറ എനിക്ക് തോന്നുന്നു 32 മെഗാ എന്തോ ആണെന്ന്. 32 മെഗാ ആണ്. 1 വർഷത്തെ വാറൻറ്റി ഉണ്ട്. 6 മാസത്തെ ബാറ്ററി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഫോൺ. നല്ല കിഡിലൻ ഫോണാണ്. കേസൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. എൻ്റെ ക്യാമറ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇതാണ് ക്യാമറ ക്വാളിറ്റി. കണ്ട പെർഫെക്റ്റ് ക്യാമറയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. കണ്ട ഡീറ്റെയിലിങ്ങൊക്കെ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺസിന് ഇങ്ങനത്തെ ക്യാമറ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ക്യാമറ കൊള്ളാം. ഈ ക്യാമറ മതി. ഇത് അധികമാണെന്നേ ഞാൻ പറയും. പിന്നീട് നമ്മൾ അടുത്ത ഫോൺ നോക്കുകയാണെങ്കിൽ ഐക്യു Z10 ലൈറ്റ് എന്ന് പറയുന്നൊരു 5G ഫോണാണ്. രണ്ടും 5G ഫോണാണ്. ഇതും അതും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിനും സെയിം അങ്ങനെ വലിയൊരു വ്യത്യാസം വരുന്നില്ല. എന്നാലും പ്രൈസ് റേഞ്ച് തന്നെയാണ് വ്യത്യാസം. 13,000 രൂപ, ഇത് 14,000 രൂപ, അത് 18,000 രൂപ. 4,000 രൂപയുടെ ഡിഫറൻസ് വരുന്നത് മെയിൻലി അതിൻ്റെ പ്രൊട്ടക്ഷൻ. ഇത് IP64 ആണ്, അത് IP69 എന്തോ വരുന്നുണ്ട്. പിന്നീട് അതിൻ്റെ ചിപ്സെറ്റ്, ബാറ്ററി, ഫാസ്റ്റ് ചാർജർ, അതിനൊക്കെയാണ് അതിൻ്റെ കുറച്ച് 4,000 രൂപ വില കൂടുതൽ. ഇതിലതൊക്കെ കുറച്ച് ബാക്കാണ്, എന്നാലും വില കുറവാണ്. അത് നിങ്ങൾ ഒന്നാമത്തെ പോയിൻ്റാണ്. പിന്നെ സ്റ്റോറേജ് രണ്ടിലും ഒരേപോലെയാണ്. ഇതിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടുണ്ട്. ബാക്കിയെല്ലാം അതേപോലെയാണ്. ഇന്ത്യ ബോക്സിൽ ചാർജറൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ഫോണുമാണ്. ആൻഡ്രോയിഡ് 15 ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. ആൻഡ്രോയിഡ് 15 ഓക്സിജനും 15 ആയിരിക്കും. അത് പിന്നെ പറയണ്ടല്ലോ. ഫൗണ്ട് വൈസ് 15 ആണ്. എന്തുവാടി എല്ലാം 15 മതിയും. ഓക്കെ. 6,000 mAh ബാറ്ററിയാണ്. ഇന്ത്യ ബോക്സിൽ USB കേബിള്, ഫോൺ കേസ്, പവർ അഡാപ്റ്റർ, സിം എജക്റ്റിംഗ് ടൂളൊക്കെ വരുന്നുണ്ട്. മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റാണ് ഇരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓക്സിജൻ 15 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 15 ആണ്. ഓക്സിജൻ്റെ വെർഷനും 15 ആണ്. ഈ രണ്ട് ഫോണും കൊള്ളാം. നല്ല കിടിലം ഫോണാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇങ്ങനത്തെ ഫോണൊക്കെ കൊള്ളാം. എല്ലാ കമ്പനിക്കാരും ഈ പ്രൈസ് റേഞ്ചിന് നല്ല ഫോൺ ഇറക്കുന്നുണ്ട്. ഐക്യുവിൻ്റെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്ന ഒരു 20,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപയ്ക്ക് താഴെ ഈ ഫോൺസ് എല്ലാം ബെറ്റർ ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മളൊരു മികച്ച ഗെയിമർ ആയാലും ഒരു 20,000 രൂപയ്ക്ക് താഴെ നല്ല സ്റ്റോറേജൊക്കെ തരുന്ന BGMI ഒക്കെ ചിപ്സെറ്റ് അല്ല, സ്റ്റോറേജ് ആണ് ഞാൻ പറയുന്നത്. BGMI ഒക്കെ ഇതിൽ കളിക്കാൻ പറ്റും. എന്നാൽ ചിപ്സെറ്റ് വെച്ചിട്ട് നമ്മൾ വേണമെങ്കിൽ വേറെ ഫോണിൻ്റെ ചിപ്സെറ്റ് ഐറ്റം വെച്ച് കൊടുക്കണം. അതൊക്കെ
ഓക്കെ, കുഴപ്പമില്ല. ഈ 2 ഫോൺസിൻ്റെ ആണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലെ ഫോണിൻ്റെ അപ്ഡേഷൻസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും ചേർക്കാനൊക്കെ ഉണ്ടെങ്കിൽ, ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ 2 ഫോണിൽ ഏത് ഫോണാണ് ഇഷ്ടപ്പെട്ടതെന്നും പറഞ്ഞ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ സെയിൽ അടയ്ക്കുകയാണ്. അതുകൊണ്ട് ഈ ഫോണിൻ്റെ വില കുറവായിരിക്കും. ആവശ്യമുള്ളവർക്ക് പോയി വാങ്ങാം. അപ്പോൾ ബൈ.